അത്യാവശ്യം ഡെൻ്റൊക്കെ ഉണ്ടായിരുന്ന വണ്ടിയാണ്. ഫുൾ ബോഡി പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഒരു ജോർജേട്ടൻ്റെ വണ്ടി, എറണാകുളത്തെ ഒരു ജോർജേട്ടൻ്റെ വണ്ടിയാണ്. ആൾ ബോംബെന്ന് അവിടെയാണ് യൂസ് ചെയ്യണത്. അവിടെ നിന്ന് നമ്മളുടെ ഗാരേജിലേക്ക് കൊണ്ടുവന്നൊരു വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടിയുടെ ഫുൾ ബാറ്റ്സ് പോളിഷിങ്ങും പിന്നെ ചെറിയ ടച്ചപ്പ് ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗാരേജിൽ വന്നേക്കാണ്. ഒരു വർഷം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ആ ഒരു ഫിനിഷിങ് നിങ്ങൾക്ക് മനസ്സിലാവും. അതെ, ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ് അത്. എവിടെയും കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഇല്ല. പെയിൻറ്റിങ് ഇൻസൈഡിൽ ചെറിയ ഇവിടെ ഈ ഭാഗത്ത് ചെറിയ റഫ്നെസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഒന്ന് ടച്ച് ചെയ്ത് ക്ലിയർ ചെയ്തെടുത്തു. അതുപോലെ തന്നെ ഈ ലോഗമോ ചെറിയ രീതിയിൽ പെയിൻറ്റ് ഇവിടെ പോയിരുന്നു, കാരണം ക്രോമല്ല. അപ്പോൾ അതും ടച്ച് ചെയ്ത് ക്ലിയർ ചെയ്തെടുത്തു. വേറൊരു കംപ്ലയിൻസും ഈ വണ്ടിയുമ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വണ്ടിക്കും യൂസ് ചെയ്യുന്നുണ്ട് ക്യാപ്സിയുടെ 2K ക്വാളിറ്റിയിലുള്ള പെയിൻ്റ് ആയിരുന്നു. ഇപ്പോഴും വെൽ ഫിനിഷിംഗ് ആയിട്ട് തന്നെ നിൽക്കുന്നു കേട്ടോ. ഓക്കെ,
അപ്പോൾ നമ്മൾക്ക് ടച്ചപ്പിന് വേണ്ടി വന്നിരിക്കുന്ന ഒരു ടൈപ്പ് 4 വണ്ടിയാണ് കേട്ടോ. നമുക്കിപ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ബോണറ്റുമ്പോൾ ചെറിയ ഡെൻ്റ് ഉണ്ട്, പക്ഷേ നമ്മൾ ബോണറ്റ് ഫുൾ പെയിൻറ്റിങ് ചെയ്യാനില്ല. ഇത് പോളിഷ് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കണത്. ഈ ഒരു ഫെൻഡർ, അതുപോലെ തന്നെ ഈ ഒരു ഡോറ് ഒരുപാട് ടച്ചപ്പ് അവരുടെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡോറ് ഫുള്ളായിട്ട് പെയിൻറ്റിങ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു ഡോറ് ഫുൾ പെയിൻറ്റ് ചെയ്യണം, കാരണം ഇവിടെ ക്രാക്കാണ്. അതുപോലെ ബാക്കിൽ വരുമ്പോൾ ഒരു ഡിക്കി താഴ്ഭാഗം കറക്റ്റല്ല, ഡെൻ്റാണ്. അപ്പോൾ അത് ഫുൾ പെയിൻറ്റ് ചെയ്യണം. ബമ്പർ ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്യും, കാരണം സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുള്ള കാരണം അത് ഫുള്ളായിട്ട് ബമ്പർ പെയിൻറ്റിങ് ചെയ്യണം. അതേപോലെ ഇവിടെ ചെറിയൊരു പെയിൻറ്റ് പോയിട്ടുണ്ട്. അതേപോലെ ഇവിടെ ചെറിയ പെയിൻറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ടച്ച് ചെയ്ത് ക്ലിയർ ചെയ്ത് എടുക്കാൻ വന്നാണ് വണ്ടിയാണ്. ഇപ്പോൾ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അതേപോലെ നമ്മൾ ഈ ഒരു ഫ്രണ്ടിലെ ബമ്പർ, ഫോഗ് ലാമ്പ്, ഗ്രില്ല് സാധനങ്ങളെല്ലാം റീപ്ലേസ് ചെയ്യണം. സാധാ സ്റ്റാൻഡേർഡ് മാതിരി ആക്കണം കേട്ടോ. അതിൻ്റെ സാധനങ്ങളൊക്കെ എത്തി. നമ്മൾ ഇതിന് വെത സ്ട്രിപ്പും ഡാമേജ് ഉണ്ട് കേട്ടോ, തുരുമ്പിടിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് അതിനെ റീപ്ലേസ് ചെയ്യാം. ബോണത്തിൻ്റെ ഡെൻ്റ് ഉണ്ട്, പക്ഷേ അത് നമ്മൾ എന്തായാലും പോളിഷ് ചെയ്ത് ക്ലിയർ ചെയ്തെടുത്താൽ വലിയ കുഴപ്പമില്ലാണ്ടാവും. അപ്പോൾ അത് തന്നെ പോളിഷ് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കിൽ ഡിക്കിയുമ്പോൾ വരണതാണ് അത് ഇവിടെ കംപ്ലൈൻറ്റ് ഉണ്ട്, അത് ഗ്രൈൻഡ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ പോകുന്നു കേട്ടോ. Talking about the $3 digital infrastructure. അപ്പോൾ ടച്ചപ്പിന് വന്ന വണ്ടിയുടെ ബേസ് കോട്ട് കഴിഞ്ഞു കേട്ടോ. അതായത് സിൽക്കി ഗോൾഡാണ് കളർ. അപ്പോൾ സിൽക്കി ഗോൾഡിൻ്റെ ബേസ് കോട്ട് കംപ്ലീറ്റ് ചെയ്തു, ഫുള്ളായിട്ട് വർക്ക് ക്ലിയർ ചെയ്ത് ഷേപ്പൊക്കെ എടുത്ത് ബേസ് കോട്ട് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ പെയിൻറ്റിങ് വരുന്നത്. ബമ്പർ ഫുൾ ചേഞ്ച് ചെയ്യുന്നുണ്ട് ഫ്രണ്ട്. അതുപോലെ ഈ സൈഡും നമ്മുടെ ആ ഒരു കൈ പിടിക്കാൻ ആ ഒരു ഭാഗമുണ്ടത്, ആ ഭാഗത്ത് ഭയങ്കര ഫംഗസ് മാതിരിയൊക്കെയായിരുന്നു ബ്ലാക്ക് കളറിൽ. അതൊക്കെ അവിടെ ബേസ് അടിച്ച് കയറുന്നുണ്ട് കേട്ടോ, കയറുന്നുണ്ട്. നമ്മുടെ ബമ്പറും സ്പോയിലറും പുതിയതാണ്.